വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു നോഡ് ജേസിലെ എക്സ്പ്രസിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് നിങ്ങൾ അതായത് ഈ ചാനൽ എക്സ്പ്രസും ജേസൊന്നും പറ്റില്ല, ജസ്റ്റ് ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നതാണ്. ഓക്കെ, ഇത് എന്തായാലും ജേസിന്റെ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. ഓക്കെ, ഇതപ്പോ എക്സ്പ്രസിന്റെ പ്ലേലിസ്റ്റിലേക്ക് മാറ്റിക്കോളൂ. ഇപ്പോൾ തൽക്കാലത്തേക്ക് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൗ ടു ക്രിയേറ്റ് സർവർ, അതായത് എക്സ്പ്രസിൽ ഒരു സർവർ ക്രിയേറ്റ് ചെയ്യാനാണ് ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ടുള്ളത്. ഓക്കെ, പിന്നെയുള്ളത് ഇവിടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ആദ്യം നമുക്കൊരു സർവർ എക്സ്പ്രസ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. അതിൽ ഞാനൊരു ന്യൂ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പേരായിട്ട് എക്സ്പ്രസ് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് വേണ്ട ഒരു ഫോൾഡർ, ഒരു ഫയൽ നമുക്ക് എന്തായാലും വേണം. അതായത് ഇവിടെ സർവർ ഡോട്ട് ജെഎസ് മറ്റൊരു ജെഎസ് ഫയൽ ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ഇവിടുന്ന് ടെർമിനൽ എടുക്കുക. എന്നിട്ട് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ npm എക്സ്പ്രസ് ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, npm ഇൻസ്റ്റാൾ എക്സ്പ്രസ്. ഇതാ npm മൊഡ്യൂളൊക്കെ വന്നിട്ടുണ്ട്. അതിൽ നോക്കിയാൽ npm-ലെല്ലാം മൊഡ്യൂൾസ് തന്നെ ഉണ്ട്. അപ്പോൾ ഇവിടെ എക്സ്പ്രസ് ഇപ്പോൾ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി അവിടെ ഈ ജെഎസ് ഫയലിൽ ഒരു എക്സ്പ്രസ് ഇത് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ ജസ്റ്റ് എന്ത് ചെയ്യണം, ആദ്യം കോൺസ്റ്റ് എക്സ്പ്രസ് നമ്മൾ എടുക്കാനുണ്ട്. അതിൽ ജസ്റ്റ് എന്തെങ്കിലും പേര് കൊടുക്കുക, അതിൻ്റെ എക്സ്പ്രസ് ഒന്ന് കൊടുക്കുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് ക്ലിക്ക് ഡോട്ട് ഇവിടെ കൺട്രോൾ സെറ്റ് അടിച്ച എക്സ്പ്രസ് എന്ന് കാണിക്കുന്നുണ്ട് എടുത്താൽ. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടതായിട്ടുള്ള മുമ്പ് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇവിടെ മെയിൻ ഇനി വേണ്ടത് ഇവിടെ കോൺസ്റ്റ് എന്തെങ്കിലും പേര് കൊടുക്കാം. ഓക്കെ, ഇവിടെ ഞാൻ ആപ്പ് എന്ന് കൊടുക്കുന്നുണ്ട്. ഇവിടെ എക്സ്പ്രസിന്റെ ഫംഗ്ഷനായിട്ട് കോൾ ചെയ്യാം. ഓക്കെ, ഇനി ഈ ഒരു ആപ്പിനെ ആയിരിക്കും ഞാൻ കുറെ പേര് യൂസ് ചെയ്യാം ഇതിൻ്റെ അകത്ത്. എന്നിട്ട് നെക്സ്റ്റ് ആയിട്ട് ആപ്പ് ഈ സർവർ നമുക്ക് റൺ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ആപ്പ് ഡോട്ട് ഡിസൺ എന്നിട്ട് ഈ പോർട്ട് ജസ്റ്റ് ഇപ്പോൾ പോർട്ട് എന്ന് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാം, ഇവിടെ ഒരു ഫംഗ്ഷൻ കോൾ ബാക്ക് ഫംഗ്ഷൻ കോൾ ചെയ്യാം. എന്നിട്ട് കൺസോൾ സർവർ ഇസ് പോർട്ട് എന്ന് കൊടുക്കുക. ഓക്കെ, ഇനി പോർട്ട് നമുക്ക് ഡിക്ലെയർ ചെയ്യേണ്ടതായിട്ടുണ്ട്, ഇനിഷ്യലൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് കോൺസ്റ്റ് പോർട്ട് എന്ന് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഇവിടെ പ്രോസസ് ഡോട്ട് env ഡോട്ട് പോർട്ട് ഉണ്ട്. ഇത് ജസ്റ്റ് കൊടുത്തു വെക്കുന്നതാണ്. അതായത് ഇതെന്തിനാന്ന് വെച്ചാൽ ഓൾറെഡി ഈ ഒരു സർവറിൽ എവിടെയും നമ്മൾ കൊടുത്തു പോയിനോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതായത് അത് ഈ ഒരു പ്രൊജക്ടിന്റെ കാര്യത്തിൽ ഞാൻ പറയാം, അത് ചിലപ്പോൾ നമ്മൾ കൊടുത്തു പോയിട്ട് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ ആ ഒരു പോർട്ട് തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് കൊടുക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഏതെങ്കിലും ഒരു പോർട്ട് കൊടുക്കുക. 3001 കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ പോർട്ടിൽ ഇനി റൺ ആയിക്കോളും. ഇനി ജസ്റ്റ് നോഡ് npm ഇൻസ്റ്റാൾ നോഡ് മോഡ് ഉണ്ട്. npm ഇൻസ്റ്റാൾ നോഡ് മോഡ് അതും കൂടി ഇൻസ്റ്റാൾ ചെയ്യുക. ഇവിടെ വന്ന പാക്കേജ് നോട്ട് മൊഡ്യൂൾ ഓപ്പൺ ആയിട്ടുണ്ട്. പക്ഷെ നോട്ട് മോഡ് ഇങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാറ് ഈ ഒരു ഡിപ്പെൻഡൻസി നമ്മൾ വേറെ ഒരു പ്രൊജക്റ്റിലേക്ക് ഷെയർ ചെയ്യും. അപ്പോൾ അവിടെ ചില ഇഷ്യൂസ് ഉണ്ടാവും. അതൊരു കാര്യം പോക്കാനായിട്ട് യൂസ് ചെയ്യുന്ന വേറൊരു കാര്യങ്ങളുണ്ട്. npm ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതായത് നോട്ട് മോഡ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അപ്പോൾ ഒരു മൈനസ് ഹൈഫൻ ഡി ക്യാപിറ്റൽ കൊടുക്കുക. അപ്പോൾ വേറൊരു ഡയറക്ടറിയിലേക്ക് പോകും. ഇപ്പോൾ അങ്ങനെ ഡയറക്ടറി ഈ ഒരു വിധത്തിൽ ഇൻസ്റ്റാൾ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇനി നോട്ട് മോഡ് എടുക്കുക. ചിലപ്പോൾ ഇതുപോലത്തെ എറർ കാണിക്കും. അപ്പോൾ ഒന്നുകൂടി നോട്ട് മോഡ് ഹൈഫൻ ഹെൽപ്പ് കൊടുക്കുക.
ഇനി ഇവിടെ നോക്കിയാൽ ഇവിടെ ഇങ്ങനെ കൊടുക്കാൻ കാണിക്കുന്നുണ്ട്. ഇതുപോലെ ടൈപ്പ് ചെയ്യണം ആദ്യം. ഓക്കെ, അതായത് ഈ ഒരു ഹെൽപ്പ് എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ടെങ്കിൽ നോട്ട് മോൺ സർവർ, അതായത് ഈ ഒരു സർവർ നോട്ട് JS കൊടുക്കുക, എന്നിട്ട് ഹൈഫൺ സ്പേസ് പിന്നെ ഹൈഫൺ എന്നിട്ട് കോൺഫിഗ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നോഡ് വർക്ക് ആവുക. റണ്ണിങ് പോർട്ട് നമ്പർ ഇത് കാണിക്കുന്നുണ്ട്. ഇങ്ങനെ കൊടുത്ത പോർട്ട് ഈ ഒരു വേരിയബിൾ എടുത്തേക്ക് വാല്യൂ ഇവിടെ പ്രിന്റ് ആവും. അപ്പോൾ ഇപ്പോൾ പോർട്ട് റണ്ണിങ് ആണ് 3001 എന്ന് കാണിക്കുന്നത്. ഇനി നമുക്ക് ആടെ എന്തെങ്കിലും ഇപ്പോൾ ജസ്റ്റ് നമ്മളത് തുറന്നാൽ ഒന്ന് കാണിക്കാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ലോക്കൽ ഹോസ്റ്റ് 3001 ആണ് എൻ്റെ നോട്ട്. അതെടുത്ത ഇപ്പോൾ ആടെ ഗെറ്റ് ചെയ്യാനൊന്നുമില്ല, നമ്മൾ ആടെ ഗെറ്റ് ചെയ്യാനൊന്നും കൊടുത്തിട്ടില്ല. ഈ ആടെ നമ്മൾ സർവർ റണ്ണിങ് ആണെന്ന് തിരിയാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു കോഡ് ലാസ്റ്റേക്കാണ് വെക്കുക. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്ന കോഡൊക്കെ ഈ 3rd ലൈനിൻ്റെ ഉള്ളിൽ ഉണ്ടാകുക. ഓക്കെ, ഇത് ലാസ്റ്റേക്ക് മാറ്റി വെക്കുന്ന ഒരു പോർട്ടിൻ്റെ കാര്യം, അത് അങ്ങനെ നല്ല. ഓക്കെ, ഇനി ചെയ്യുന്നത് വെച്ചാൽ ആപ്പ് വിളിക്കുക, ആപ്പ് ഡോട്ട് ഗെറ്റ് മാത്രൊരു ഇതുണ്ട് ഫംഗ്ഷൻ, അതിനെ കൊള്ളുക, എന്നിട്ട് സ്ലാഷ് കൊടുക്കുക. ഓക്കെ, അത് കൊടുത്ത് നമ്മൾ നടക്കുന്നത് വെച്ചാൽ ഇവിടത്തേക്കായിരിക്കും ഫസ്റ്റ് നമ്മളൊരു ഇത് വരിക. അതായത് അവിടെ നമ്മൾ ഫസ്റ്റ് ഈ ലോക്കൽ ഹോസ്റ്റ് 3000 എന്ന് വിളിച്ചാൽ ആ ഒരു പോർട്ടിനാണ് ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു സ്ലാഷ്. അപ്പോൾ ഇവിടത്തേക്ക് ആ കോൾ വരും. ഇനി എന്ത് ചെയ്യുന്നത് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ റിക്വസ്റ്റും, പിന്നെ റിക്വസ്റ്റ് എന്ന് വെച്ചാൽ ഇവിടുന്ന് നമ്മളെ ഈ ഒരു കമ്പ്യൂട്ടർ സർവറിലേക്ക് പോകുന്ന ഡാറ്റ. ഓക്കെ, പിന്നെ ആടുന്ന് ഇങ്ങോട്ടേക്ക് തരുന്ന റെസ്പോൺസ് ഇത് നിങ്ങൾക്ക് എന്ത് പേര് ഇതിൽ കൊടുക്കാൻ ഇങ്ങനെ കൊടുക്കുന്നു. ഓക്കെ, ഇനി എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ നമുക്ക് ആദ്യം സർവർ ഇങ്ങോട്ടേക്ക് റെസ്പോണ്ട് ചെയ്യാം. അതായത് എന്തെങ്കിലും പ്രിന്റ് ചെയ്ത് കാണിക്കണം. അപ്പോൾ റെസ്പോണ്ട് ഡോട്ട് സെൻറ്റർ കൊടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യാം, ഇവിടെ ഞാൻ ഹലോ എൻ്റെ പേരും കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഇപ്പോൾ നോഡ് മോൺ ഇൻസ്റ്റാൾ ആക്കിക്കൊണ്ടാണ് ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ JS ഫയലിലൊക്കെ ഒരു സ്പേസ് ഇട്ടാൽ വിൻഡോസ് സർവർ റൺ ആവും. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ HTML ഫയലിനും മാറ്റമുണ്ടെങ്കിൽ സർവർ മാറി റൺ ആവും നോഡ് മോണിൻ്റെ ഉപയോഗം. ഓക്കെ, ഞാൻ ഇവിടെ വന്നിട്ട് ഇത് റീലോഡ് ചെയ്താൽ ഹലോ സിദ്ധാർത്ഥ് എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ സർവർ റണ്ണിങ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നോക്കേണ്ടത് സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ നമ്മൾ വായിച്ചു നോക്കിയാൽ മനസ്സിലാവും, ക്രിയേറ്റ് HBS പേജ്. ഓക്കെ, HBS പേജ് ആണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അത് അതിനകത്ത് HBS പേജ് ക്രിയേറ്റ് ചെയ്യാം. ആ ഒരു കാര്യം കുറച്ചുണ്ട് ചെയ്യാം. അത് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് വെച്ചാൽ ആദ്യം നമ്മൾ HBS വെറുതെ ഒരു പേജ് ക്രിയേറ്റ് ചെയ്യണം. ആദ്യം നമ്മളിവിടെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണം. പുതിയ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഡബിൾ ക്ലിക്ക് അല്ലെങ്കിൽ പുതിയൊരു ക്ലിക്ക് ഇങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ ഫോൾഡർ ക്രിയേറ്റ് വരിക. അപ്പോൾ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് വ്യൂ എന്നൊരു പേര് കൊടുക്കുക, വ്യൂസ് ആ ഫോൾഡറിന്റെ പേരാണത്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു ഫയൽ നെയിം കൊടുക്കുക. അതിനൊക്കെ എന്തോരിക്കും പേര് കൊടുക്കുക, ഞാനിവിടെ ഇൻഡെക്സ് എന്ന് കൊടുക്കുന്നുണ്ട്. .HBS ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ HBSന്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ അതായത് ഇത് നോർമൽ ഒരു HTML പേജ് തന്നെയാണ്. അതായത് HTML ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്യാം, H1 ടാഗ് അതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ അഡീഷണൽ ആയിട്ട് ഈ ഒരു HBS ഫയൽ പോലത്തെ ഫയൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്കൊരു പേജ് ഡൈനാമിക് ആക്കാം. അതായത് യൂട്യൂബ് എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാം അതിൻ്റെ അകത്തുള്ള ഡാറ്റാസ് ഒക്കെ ഇങ്ങനെ റീഫ്രഷ് ചെയ്യുന്നതിന് മാറി വരുന്നത്. അങ്ങനെയുള്ള ഉപയോഗത്തിനാണ് ഈ ഒരു HBS പേജ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അവരെ ആരെയൊക്കെ മനസ്സിലാക്കി മതി. ഇപ്പോൾ HBS പേജ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്, പക്ഷേ പേജ് മാത്രം ക്രിയേറ്റ് ചെയ്തിട്ട് അറിയില്ല, ഇത് സർവറായിട്ട് നമ്മൾ കണക്ട് ചെയ്യണം ഈ ഒരു പേജിൽ. അതെങ്ങനെ കണക്ട് ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം ഞങ്ങൾ വ്യൂ എഞ്ചിൻ സെറ്റപ്പ് ചെയ്യണം. ഓക്കെ, വ്യൂ എഞ്ചിൻ സെറ്റപ്പ് ആണ് ആദ്യം നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ള. അത് എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ ആപ്പ് തന്നെ വിളിക്കാം, .set എന്നിട്ട് വ്യൂ എന്ന് പറഞ്ഞിട്ട് ഒരു മെത്തേഡ് ഉണ്ട്. ഓക്കെ, വ്യൂ അല്ല വ്യൂസ് ആണ്. ഓക്കെ, വ്യൂസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് വിളിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മളെ പാത്തിനെ വിളിക്കണം. അതായത് നമുക്കിവിടെ ഒരു കാര്യം കൂടി വേണ്ടായിട്ടുണ്ട്. ഞാൻ എല്ലാ കാര്യവും ആവശ്യത്തിനനുസരിച്ച് ആഡ് ചെയ്യാം. ഓക്കെ, പാത്ത് നമുക്ക് ഇവിടെ വേണ്ടായിട്ടുണ്ട്. അതിനുള്ള റിക്വസ്റ്റ്
റിക്വയർ എന്നിട്ടുള്ള നമ്മളെ അടിച്ച ഇവിടെ സജഷൻ വരുന്നതാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് യൂസ് ചെയ്യാം. ഓക്കെ, അല്ലാണ്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാനായിട്ടുണ്ട്. ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞിട്ട് വെച്ചിട്ട് അത് ചെയ്യും. ഓക്കെ, ഇപ്പോൾ നമുക്ക് അവിടെ പാർട്ട് അവിടെ ഉണ്ട്, ഈ മൊഡ്യൂളിലുണ്ട്. അപ്പൊ അത് യൂസ് ചെയ്താൽ മതി. ഈ പാത്ത് അടിക്കുക. പാത്ത് എന്ന് വെച്ചാൽ ഈ ഒരു മൊഡ്യൂളിന് ഞാൻ പേര് കൊടുത്തതാണ് പാത്ത്, അതിനെയാണ് ഞങ്ങൾ കോൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പാത്ത് ഡോട്ട് ജോയിൻ കൊടുക്കുക. ഓക്കെ, അതിനുള്ള ഈ വ്യൂസിന് പാത്ത് ജോയിൻ ചെയ്യാനായിട്ടുണ്ട്. അത് ഞാനിവിടെ ഒരു പുതിയൊരു വ്യൂ എഞ്ചിനാണ് സെറ്റ് ചെയ്യുന്നത്. അതിനർത്ഥം എന്ന് വെച്ചാൽ ഈ ഒരു വ്യൂ എഞ്ചിനെ നമ്മൾ ഫുള്ളായിട്ട് ഇവിടെ സെറ്റ് ചെയ്യും. അതായത് ഒരു HBase ഫയലായിട്ട് നമ്മൾ സെറ്റ് ചെയ്യും. അതിന് വേണ്ടിയിട്ട് ഒരു വ്യൂ എഞ്ചിൻ യൂസ് ചെയ്യുമ്പോൾ ഇനി എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ ഹൈഫൺ ഡയറക്ടറി ഉണ്ട്. ഓക്കെ, അണ്ടർസ്കോർ എന്നിട്ട് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ ഒരു ഡയറക്ടറി വരും. ഈ ഡയറക്ടറി നമ്മൾ അറിയില്ലെങ്കിൽ ജസ്റ്റ് കൺസോളിൽ പ്രിന്റ് ചെയ്ത് നോക്കിയാൽ മതി. ഡയറക്ടറി മാത്രം കൊടുത്താൽ അപ്പോൾ എനിക്ക് ഈ ഇവിടെ ഒക്കെ ഉണ്ടാകും. ഈ സർവറും ഇതൊക്കെ വരുന്നു. ഇതിന്റെ മുമ്പ് ഈ ഒരു ഫയൽ കാണില്ല. ഈ ഒരു ഫയൽ വരെയുള്ള കാര്യത്തെയാണ് ഡയറക്ടറി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഹൈഫൺ ഫയലിന് കൊടുത്തിട്ടുള്ള ഒരു ഇതുണ്ട്, അണ്ടർസ്കോർ ഫയലിന് കൊടുത്താൽ ഈ മൊത്തം കാര്യങ്ങളായിരിക്കും അവിടെ വരിക. അതായത് ഫയലിന്റെ ഫുൾ ഡയറക്ഷൻ ഈ സർവർ വരെയുള്ള കാര്യം, ഈ എക്സ്പ്രസ് വരെയുള്ള ആ വിൽക്കുന്ന ഈ ഒരു മെയിൻ ഫോൾഡർ ഇല്ല നമ്മളെ, ആ ഒരു ഫോൾഡർ വരെയുള്ള കാര്യമാണ് ഈ ഡയറക്ടറി എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ആ ഡയറക്ടറിൻ്റെ അകത്ത് ജോയിൻ നമ്മളെ ഈ ഒരു ഫയലിന്റെ നെയിം ഉണ്ട്, ആ ഫയലിന്റെ നെയിം ഉണ്ട്. ഓക്കെ, അതായത് ആ ഫയലിന്റെ നെയിം വ്യൂസ് ആണ്. ഇപ്പോൾ ഒരു സെറ്റപ്പ് ആയിട്ടുണ്ട്. ഇനി ഒന്നും കൂടി നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ വ്യൂ എഞ്ചിൻ ഏതാണെന്ന് നമ്മൾ സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. വ്യൂ എഞ്ചിൻ സെറ്റപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഐസോണ്ട്. ഓക്കെ, അതിന് HBS ആണ് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യണം. ഈ ഒരു വ്യൂ എഞ്ചിൻ ഈ ഇൻഡെക്സിനൊക്കെ വ്യൂ എഞ്ചിന് HBS ആണ്. ഓക്കെ, അപ്പൊ നമ്മളുടെ വ്യൂ എഞ്ചിൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യേണ്ടതെന്നുള്ള വ്യൂ എഞ്ചിൻ ഇപ്പോൾ സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇപ്പോ നമ്മളിത് റൺ ചെയ്താലും കാണിക്കാൻ നോക്കാം. ഇവിടെ ഇപ്പോ എററൊന്നും കാണിച്ചിട്ടില്ല. പക്ഷേ ഞാനിവിടെ പുതിയൊരു കാര്യം കൂടി ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, റെസ്പോണ്ട് ഡോട്ട് റെൻഡർ. ഈ റെൻഡർ ഫംഗ്ഷൻ എന്തെങ്കിലും യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഇൻഡെക്സിന് കോൾ ചെയ്ത്. ഓക്കെ, എന്നിട്ട് സെൻഡ് ചെയ്യാനൊരു ഒഴിവാക്കും. സെൻഡ് വെച്ചിട്ടില്ല. ഓക്കെ, ഇനി ഇപ്പോൾ ഈ റെൻഡർ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ റെൻഡർ നമ്മളിവിടെ വ്യൂ എഞ്ചിൻ സെറ്റ് ചെയ്യില്ല. അതായത് വ്യൂ എഞ്ചിനുള്ള ഫയലാണ് റെൻഡർ വെച്ചിട്ട് നമ്മൾ റൺ ചെയ്യുന്നത്. ഓക്കെ, അതായത് വ്യൂ എഞ്ചിനിൽ എന്തൊക്കെ ഫയൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടോ ആ ഒരു ഫയലിനൊക്കെ നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഈ ഒരു കാര്യം വെച്ചിട്ട് ആ ഒരു ഫയൽ നെയിം മാത്രം വെച്ചിട്ട് നമുക്ക് കോൾ ചെയ്യാൻ പറ്റും. അതാണ് റെൻഡറിന്റെ മെയിൻ ആയിട്ടുള്ള യൂസ്. ഓക്കെ, അതായത് വ്യൂ എഞ്ചിനിൽ സെറ്റ് ചെയ്ത കാര്യങ്ങൾ, അതായത് ഈ വ്യൂ എഞ്ചിനിൽ നമ്മളിപ്പോൾ സെറ്റ് ചെയ്ത ഈ ഒരു ഫയലാണ്, ആ ഒരു ഫയൽ മാത്രമേ നമുക്ക് ഇങ്ങനെ കോൾ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ റെൻഡർ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. സർവർ തന്നെയാണ് ഉണ്ട്. കാണ്ട് ഫൈൻഡ് HBS മൊഡ്യൂൾ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ HBS എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളിവിടെ ഒരു ഇത് യൂസ് ചെയ്യുന്നില്ലേ, പക്ഷെ അവിടെ നമുക്ക് ഫയൽ കാണുന്നില്ല എന്നാണ് പറയുന്നത്. അതായത് HBS മൊഡ്യൂൾ കാണുന്നില്ല. ജസ്റ്റ് നമുക്ക് ഇത് നോക്കി നോക്കാം. കോൺസ്റ്റ് HBS റിക്വയർ HBS അടിച്ചാൽ അവിടെ കാണുന്നില്ല, സജഷൻ ഒന്നും വരുന്നില്ല. അതിനർത്ഥം നമുക്കത് ഇൻബിൽഡ് ആയിട്ട് അതിലില്ല, എക്സ്പ്രസ് മൊഡ്യൂളിലില്ല. ഓക്കെ, ജസ്റ്റ് നമുക്കത് ഇൻസ്റ്റാൾ ചെയ്യണം. അതിനെന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇവിടെ CTRL+C പുറത്ത് വരിക. ഓക്കെ, ഇത് CTRL+C അടിച്ചിട്ട് നോൺ മൊഡ്യൂൾ എന്ന് പുറത്ത് വരാം. എന്നിട്ട് npm ഇൻസ്റ്റാൾ എന്നാ കൊടുക്കുന്നത് വെച്ചാൽ ആ HBS എന്ന് കൊടുക്കുക. ഇൻസ്റ്റാൾ ആകുന്നുണ്ട്. ഓക്കെ, ഇൻസ്റ്റാൾ ആയി. ഞാൻ ഇതൊന്ന് ക്ലിയർ ചെയ്യുന്നത്. ഇനി നമ്മൾ ഇതിൽ വന്ന് നോക്കിയാൽ ഇതിനകത്ത് HBS ഉണ്ടാവും. HBS മൊഡ്യൂൾ വന്നിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഇവിടെ അതായത് നോട്ട് മോൺ നമുക്ക് റൺ ചെയ്യാനായിട്ട് നോട്ട് മോൺ ഈ സർവർ മെയിൻ സർവർ ഏതാണോ അത് കൊടുക്കുക. ഓക്കെ, ആ സർവറിന്റെ ഫസ്റ്റ് സ്പെല്ലിംഗ് കൊടുക്കുക. പിന്നെ ടാബ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതുപോലെ വരും. അപ്പോൾ റൺ ചെയ്യുക, അത് വർക്കാവും. ഓക്കെ, ഇത് വർക്കാവുന്നുണ്ട് കൂടെ. ഇവിടെ ഒന്നുമില്ലാതൊരു പേജാണ് ഇപ്പോൾ കാണുന്നത്. ഓക്കെ, അത് ഒന്നുമില്ലാതെ പേജ് വരാൻ കാരണം ഇവിടെ നമ്മളൊന്നും പ്രിന്റ് ചെയ്യാൻ കൊടുത്തിട്ടില്ല. ഇവിടെ ജസ്റ്റ് H1 കൊടുക്കുന്നുണ്ട്. എന്നിട്ട്
വെൽക്കം ടു HBS പേജ്. ഇപ്പൊ വെൽക്കം ടു HBS പേജ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്തായിട്ട് അതിൽ പറയുന്ന ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ഡിസ്പ്ലേ. അത് ഈ HBS പേജിലാണ് ഡിസ്പ്ലേ ഉണ്ട്. ഓക്കെ, മേജർ ആണെന്ന് മൈനർ ആണെന്ന് ഈ പേജ് ലെസ് ദാൻ 80 ആണെങ്കിൽ മൈനർ എന്നും, പിന്നെ ഏജ് ഗ്രേറ്റർ ദാൻ 80 ആണെങ്കിൽ ഇവിടെ മേജർ എന്നും പ്രിന്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു കാര്യമുണ്ട്. അതായത് ലെസ് ദാൻ 80 ആണെങ്കിൽ മൈനർ എന്നും, അതുപോലെ ഗ്രേറ്റർ ദാൻ 80 ആണെങ്കിൽ മേജർ എന്നും. ഇത് നമുക്ക് രണ്ട് പേരൂടെ ചെയ്യാൻ പറ്റും. അതായത് സർവറിലേക്ക് വന്നിട്ട് ഈ ഒരു റിക്വസ്റ്റ് പോകുന്നത് ഇവിടുന്നാണ്. ആ ഒരു സ്ഥലത്ത് നമുക്ക് ചേഞ്ച് വെക്കാൻ പറ്റും. അങ്ങനെ ചെയ്യേണ്ടത് വെച്ചാൽ ആപ്പ് കോൺസ്റ്റ് ഒരു ഏജ് സെറ്റ് ചെയ്യാം. ഓക്കെ, ഏജ് സെറ്റ് ചെയ്യാം. ഇവിടെ ഒരു 12 വയസ്സ് സെറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ നമ്മൾ അത് കാൽക്കുലേറ്റ് ചെയ്യണം. അതായത് ആ ഒരു ഏജ് നമ്മൾ ഇവിടെ നിന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അങ്ങ് കൊടുത്തു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ കോൺസ്റ്റ് ഏജ് നമുക്ക് ഇവിടെ V4 else ഒക്കെ യൂസ് ചെയ്യാം ഈ ഒരു HBS ഫയലിൻ്റെ ഉള്ളിൽ. ഓക്കെ, അത് അങ്ങനെ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഇതുപോലെ 2 ബ്രാക്കറ്റ് കൊടുക്കുക, എന്നിട്ട് സ്റ്റാർ കൊടുക്കുക, അല്ല സ്റ്റാറില ഹാഷ്. ഓക്കെ, അത് കൊടുത്തിട്ട് ഈഫ് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കണ്ടീഷൻ കൊടുക്കാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ എൽസ് ഇതുപോലെ ഡബിൾ ഹാഷ് കൊടുക്കുക, എൽസ് എന്ന് കഴിക്കുക. ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടി ചെയ്യണം. ഇതാണ് ഈ ഒരു ഡിഫെൻസിന്റെ ഒരു ഇത്. ഡിഫെൻസ് സെറ്റ് ചെയ്യുന്ന ഒരു കോൺഫിഗറേഷൻ ഇങ്ങനെയാണ്. അതായത് ഈഫ് ഡാഷ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുക, ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കണ്ടീഷൻ കൊടുക്കാം, എൽസ് സ്റ്റാർട്ട് ചെയ്യാം, ഈഫ് ക്ലോസ് ചെയ്യണം. ഓക്കെ, ഈ ഒരു സ്റ്റാർ തുറന്ന ഈഫിനെ ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യണം. ഞാൻ ഇവിടുത്തെ കാര്യം. ഇനി ഇവിടെ എന്ന് ചെയ്യുന്നത് വെച്ചാൽ ഇതിനുള്ള കണ്ടീഷൻ കൊടുക്കാം. പക്ഷേ കണ്ടീഷൻ ഇവിടുത്തെ ട്രൂ ഓർ ഫോൾസ് മാത്രമേ ഈ ഒരു HBS ഫയലിനുള്ളിൽ ചെയ്യാൻ പറ്റൂ. അതായത് ഇവിടെ കൊടുക്കുന്ന കാര്യം ട്രൂ ആണോ ഫോൾസ് ആണോ അത് മാത്രമേ ഈ ഒരു HBS ഫയൽ ചെയ്യൂ. ഇവിടെ നമുക്ക് കണ്ടീഷൻ ഒന്നും കൊടുക്കാൻ പറ്റില്ല. അതായത് ലെസ് ദാൻ 80 ആണോ അങ്ങനെ കൊടുക്കാൻ ഈ ഒരു HBS ഫയലിൽ പറ്റില്ല. അതായത് ട്രൂ ഓർ ഫോൾസ് മാത്രമേ ഇങ്ങോട്ടേക്ക് കടത്തി വിടാം. അതായത് ഈ ഒരു കേസിന് നമുക്ക് 12 ഏജിലുള്ളത് ഇവിടുന്ന് ട്രൂ ഓർ ഫോൾസ് മാത്രമായിട്ട് സെറ്റ് ചെയ്യണം. ഓക്കെ, അത് ഇങ്ങനെ സെറ്റ് ചെയ്യാന്ന് വെച്ചാൽ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഇവിടെ പറഞ്ഞ ഏജ് ഞാനിവിടെ മാറ്റുന്നുണ്ട്. ക്യാപിറ്റൽ A ആക്കി മാറ്റിയിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് ട്രൂ ഓർ ഫോൾസ് ആക്കി മാറ്റണം. അതിനെന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ഏജ് ലെസ് ദാൻ എത്ര 80 ആണോ നോക്കുക. ഓക്കെ, ഏജ് ലെസ് ദാൻ 80 ആണെങ്കിൽ ഇപ്പോൾ ഉള്ള കണ്ടീഷൻ തന്നെ എടുത്തോളൂ. അതായത് 12 ആണ് ഇവിടത്തേക്ക് വരിക. അപ്പോൾ ഇത് 80 ലെസ് ദാൻ 12 എന്ന് പറയുന്ന കണ്ടീഷൻ ട്രൂ ആണ്. അപ്പോൾ ഈ ഒരു ഏജിലേക്ക് ട്രൂ പോകും. എന്നിട്ട് ഇത് നമുക്ക് ഒരു വാല്യൂ അങ്ങോട്ടേക്ക് പാസ് ചെയ്യേണ്ടെങ്കിൽ റെൻഡർ ചെയ്യുന്ന ടൈമിൽ നമുക്ക് പാസ് ചെയ്യേണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഈ ഒരു ബ്രാക്കറ്റ് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഈ ഏജ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, ആ ഒരു വേരിയബിളിന്റെ നെയിം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു ഏജ് ഇവിടുന്ന് അങ്ങോട്ടേക്ക് റിസീവ് ആവും. ഇവിടെ കൊമയാണ് കൂടി. ഇനി നമുക്ക് 2 വേരിയബിൾ പാസ് ചെയ്യേണ്ടെങ്കിൽ ഇവിടെ കൊമയിടുക, ആ വേരിയബിളിന് നെയിം കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഒന്നേ നമുക്ക് പാസ് ചെയ്യേണ്ടതായിട്ടില്ല. എന്നിട്ട് എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ഇവിടെ ആ ഒരു ഏജിനെ റിസീവ് ചെയ്യുക, ആ ഒരു ഏജിന്റെ പേര് തന്നെ കൊടുക്കുക. ഇനിയിപ്പോൾ ഇവിടെ ട്രൂ ആവുന്നെങ്കിൽ ഈ ഒരു ഈഫ് വറക്കാം, ഇനി ഫോൾസ് ആവുന്നെങ്കിൽ ഈ അപ്പോൾ എൽസ് വറക്കാം. അതാണ് ഇവിടുത്തെ വരയ്ക്കുന്നത്. ഓക്കെ, ഇനി ഇവിടുത്തെ കണ്ടീഷൻ നോക്കാം. ഇവിടെ 12 വയസ്സിനെക്കാട്ടിയും താഴെയുള്ള ഒരു ഏജ് വരുമ്പോൾ ട്രൂ ആണ് വരുന്നത്. ഓക്കെ, അതായത് ഈ ഒരു കണ്ടീഷൻ ട്രൂ ആയിട്ടാണ് പോകുന്നത്. ഇപ്പോൾ ട്രൂ ആയിട്ടാണ് പോകുന്നത്. അതിനർത്ഥം ഈ ഒരു HBS ഫയലിനകത്തുള്ള ഈ ഒരു ഈഫ് കണ്ടീഷൻ ആണ് ഇവിടെ വർക്കാവില്ല. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ അടിയിൽ ഏജ് ഇതല്ലേ, ഇത് മൈനർ അല്ലേ, അതായത് 12 വയസ്സല്ല. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ കൊടുക്കുക യൂസർ ഈസ് മൈനർ. ഓക്കെ, ഇനി അത് തന്നെ ഇവിടുന്ന് കട്ട് ചെയ്തെടുക്കണം. കട്ടല കോപ്പി. ഓക്കെ, ഇനി മേജർ. ഇനി ജസ്റ്റ് നമുക്ക് സർവർ റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്യുന്നുണ്ട് സർവർ. ഇവിടെ ഇപ്പോൾ ചില എറേഴ്സ് കാണിക്കുന്നുണ്ട്. ഈ ഏജ് ബ്രാക്കറ്റ് കൊടുത്തായിരിക്കും ഇവിടുത്തെ ഇഷ്യൂ. ഓക്കെ, ജസ്റ്റ് ഇനി ഒന്നും കൂടി സർവർ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഓക്കെ, യൂസർ ഈസ് മൈനർ എന്ന് വന്നിട്ടുണ്ട്. ഇനി ജസ്റ്റ് ആ മേജർ കൊടുത്തോളാം. ഓക്കെ, ഏതെങ്കിലും ഒരു പോയിന്റിനെക്കാട്ടും വലിയൊരു വാല്യൂ കൊടുത്താൽ മതി. അപ്പോൾ മൈനർ മാറിയില്ല. ഇതിനകത്ത് ഈ ഏജ് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതാണ് പോയിന്റിനെക്കാട്ടും വലിയൊരു വാല്യൂ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് മേജറിന് വന്നിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി 18 വയസ്സ് കൊടുത്തോക്കാം.
ആ ഒരു ടൈമിൽ എന്താ വരുന്നത് സ്റ്റഡി ചെക്കിംഗ് ആണ്. ആ ഒരു ടൈമിൽ മേജർ തന്നെയാണ് എടുത്തത്. ഓക്കെ, നമ്മളോട് പറഞ്ഞ ക്വസ്റ്റ്യനിലും എന്താ പറഞ്ഞിട്ടുള്ള ലെസ് ദാൻ 80 ആണെങ്കിൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട് മൈനർ എന്ന്. ഓക്കെ, ഗ്രേറ്റർ ആണെങ്കിൽ മേജർ എന്ന്. അപ്പോൾ കൊടുത്തത് കറക്റ്റ് തന്നെയാണ്. ഇതാണ് ഫസ്റ്റ് ഒരു മെത്തേഡ്. ഓക്കെ, ഇത് നോർമലായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ട്രൂ ഓർ ഫോൾസ് മാത്രം അങ്ങോട്ട് കൊടുത്തു പോകാൻ പറ്റൂ. അപ്പോൾ അടുത്തേക്ക് കൊടുത്തു പോകണം. ഓക്കെ, ആ ഒരു കാര്യം മാത്രമേ ചെയ്യുള്ളൂ. ഇനി ചെയ്യാൻ പറ്റുന്ന ഒരു ഹെൽപ്പർ ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ആ ഒരു മെത്തേഡാണ് അടുത്തായിട്ടുള്ള. ഇത് നമ്മൾ ഏജ് മാത്രം കൊടുത്തു വിട്ടാൽ മതി. ഓക്കെ, ഹെൽപ്പർ ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യാൻ പോകുന്നത്. അത് എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ ഒരു ആർഗ്യുമെന്റ് ആയിട്ട് പാസ് ചെയ്യാം. ഇവിടെ ഒരു വേരിയബിളിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് കൊടുത്താൽ മതി. അല്ലാണ്ടുള്ള കാര്യം അതായത് ഹെൽപ്പർ ഫംഗ്ഷൻ യൂസ് ചെയ്യുമ്പോൾ ഇവിടെ അത് തന്നെ കൊടുക്കുക. ഓക്കെ, ഏജ് എന്ന് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ആ ഒരു വേരിയബിളിന്റെ ആ ഒരു ആർഗ്യുമെന്റ് ആയിട്ട് പാസ് ചെയ്യുന്നത് ആ ഒരു ഏജിനെ പാസ് ചെയ്യുന്നില്ല, ആ ഒരു ഏജിനെ ഇവിടെ കൊടുക്കുക. അതായത് ഇവിടെ നമ്മൾ പാസ് ചെയ്ത ഏജിന് ഇവിടത്തേക്ക് കൊടുക്കുക. ഓക്കെ, പാസ് ചെയ്ത് വിടുക. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് സർവർ ഉണ്ടാക്കണം. ഓക്കെ, സർവറിലായാലും ആ സർവറിൽ ചെയ്താൽ മതി. സർവറിൽ ഇവിടെ താഴോട്ട് ഇവിടേക്ക് അടുത്തൊരു ആപ്പ് കൊടുക്കുക. ആപ്പല്ല, HBS ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, HBS ഡോട്ട് രജിസ്റ്റർ ഹെൽപ്പർ എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. ഓക്കെ, അതിൻ്റെ അകത്ത് നമ്മൾ ആ ഹെൽപ്പറിന്റെ ഫയൽ അതായത് ഈ ഏജ് എന്ന് കൊടുത്തിട്ടില്ലേ, ആ ഈ ഹെൽപ്പറിന്റെ നെയിമാണിത്. ഓക്കെ, ഈ ഒരു ഹെൽപ്പ് ഏജ് ഈ ഏജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹെൽപ്പർ നമ്മളിപ്പോൾ എന്ത് ചെയ്യും HBSൽ അവിടെ ഇതാക്കി വെക്കും. ഓക്കെ, രജിസ്റ്റർ ചെയ്ത് വെക്കും. ഇനി എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ഇവിടുന്ന് ആടെ നമ്മൾ ഏജിനെ കൊടുത്തു വിടുന്നത് ഇവിടുന്ന് റിസീവ് ചെയ്യണം. ഓക്കെ, ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേര് കൊടുക്കുന്നുണ്ട്. നമുക്ക് വേണ്ടിയിട്ട് ആ പേര് മാറ്റാം. ഇനി എന്ത് ചെയ്യുന്ന ഇവിടുന്ന് ആ ഏജ് ട്രൂ ഓർ ഫോൾസ് ഇവിടുന്ന് പാസ് ചെയ്യണം. അതായത് ഏജ് ഗ്രേറ്റർ ദാൻ 80 ആണോ ചെക്ക് ചെയ്യാം. ഗ്രേറ്റർ ദാൻ വേണ്ട, ലെസ് ദാൻ കൊടുത്താൽ ഇപ്പം 12 കൊടുത്തു വരുന്നെങ്കിൽ അതായത് ഇവിടെ 12 കൊടുത്തു വരുന്നെങ്കിൽ ഇവിടെ 18 ഇപ്പോൾ കൊടുത്തു വിട്ടാൽ നമുക്ക് ഈ ഒരു കണ്ടീഷൻ ഫോൾസ് ആവും. അപ്പോൾ ഈ ഒരു എൽസ് കേസിലുള്ള കാര്യം വർക്കാവും. ഓക്കെ, ഇനി ഇവിടെ കൊടുത്തു വിടുന്ന ഏജ് 18 താഴെയാണെങ്കിൽ 12 ആണ് ജസ്റ്റിഫൈ ചെയ്യും. അപ്പോൾ 12 ലെസ് ദാൻ 80 ആണ്. ഓക്കെ, അപ്പോൾ 12 ഇവിടെ 12 ആണ് അപ്പോൾ ഉണ്ടാകുക, ഇവിടെ 80. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ ഫോൾസ് ട്രൂ ആവും അല്ല, അതായത് 18 ചെറുതാണ് 12. അപ്പോൾ ആ ഒരു കേസിൽ ഈ ഒരു കാര്യം വർക്കാവും. അതായത് ഈസ് മൈനർ. ജസ്റ്റ് നമുക്ക് ഈ സർവർ ഒന്ന് നോക്കാം. ഇപ്പൊ കൊടുത്ത 18 വയസ്സാണ്. ഇവിടെ മേജർ എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നു. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, ഇവിടെ മൈനറിന്റെ പ്രായം കൊടുക്കുന്നുണ്ട്, 12 കൊടുത്തു കൊടുക്കുന്നുണ്ട്. മൈനർ. ഓക്കെ, ഈസ് മൈനർ. ഇങ്ങനെയാണ് ഹെൽപ്പർ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന മെത്തേഡ്. ഓക്കെ, 125 കൊടുത്തു വിട്ടാൽ മേജർ. ഈ ഒരു വിധത്തിലാണ് ഹെൽപ്പർ ഫംഗ്ഷൻ യൂസ് ചെയ്യുക. ഓക്കെ, ഇവിടെ നേരോ ഫംഗ്ഷൻ ഡയറക്റ്റ് ആയിട്ടാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടിക്കലി ഇത് ഏത് വിധത്തിലും കൂടി ചെയ്യാം. ഇവിടെ ബ്രാക്കറ്റ് കൊടുത്തിട്ട് റിട്ടേൺ ആ ഒരു കാര്യം കൊടുത്താലും കറക്റ്റ് ഔട്ട്പുട്ട് തന്നെയാണ് വരും. ഓക്കെ, അപ്പോൾ ഈ ഒരു വിധത്തിലാണ് ആ സെക്കൻഡ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ വീഡിയോ വരെ പറയാനുള്ളൂ. അപ്പോൾ ടൈം പാസ്.